കേരളത്തിൽ ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വിജയം ഉറപ്പിക്കാനുള്ള പടയൊരുക്കവുമായി ബി.ജെ.പി. അതിന്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുമ്പേ അമിത്ഷായുടെ തിരുവനന്തപുരത്തേക്കുള്ള വരവ്. ജനുവരി 11 ഞായറാഴ്ചയാണ് അമിത്ഷാ തിരുവനന്തപുരത്ത് എത്തുക. എല്ലാ മണ്ഡലങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകിയുള്ള പ്രവർത്തനത്തിനാണ് ബി.ജെ.പി. ഇക്കുറി മുൻതൂക്കം നൽകുന്നത്. മിഷൻ 2026-ൽ 35 സീറ്റുകളിലാണ് ബി.ജെ.പി. പ്രധാനമായും കണ്ണുവയ്ക്കുന്നതെന്നാണ് വിവരം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നാമതും രണ്ടാമതും എത്തിയ മണ്ഡലങ്ങളും കാര്യമായ നിലയിൽ വോട്ട് നേടിയ മണ്ഡലങ്ങളുമാണ് ഇവ. ഭരണം പിടിക്കുന്നതിനപ്പുറം 2026-ൽ കേരളം ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കുന്ന നിലയിൽ വളരുക എന്നതാണ് 35 സീറ്റുകളിൽ വലിയ ശ്രദ്ധ വെച്ചുള്ള ബി.ജെ.പി. തന്ത്രം. ജനുവരി 11-ന് തിരുവനന്തപുരത്തെത്തുന്ന അമിത്ഷാ ബി.ജെ.പി. കോർ കമ്മിറ്റി യോഗത്തിലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിജയിച്ച കൗൺസിലർമാരുടെ യോഗത്തിലും പങ്കെടുക്കും. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ, മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ തുടങ്ങി പ്രധാന നേതാക്കളെല്ലാം യോഗത്തിൽ സംബന്ധിക്കും. അമിത്ഷായ്ക്ക് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തലസ്ഥാനത്തെത്തും. ചരിത്രത്തിൽ ആദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി. ഭരണം നേടിയതിൽ തലസ്ഥാനത്തെ ജനതയെ അടക്കം പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. തലസ്ഥാനത്ത് പ്രധാനമന്ത്രി വമ്പൻ പ്രഖ്യാപനം നടത്തുമോ എന്നും ആകാംക്ഷയുണ്ട്. അതേസമയം മോദിയെ ഉയർത്തിക്കാട്ടിയുള്ള പ്രചരണം തന്നെയാകും സംസ്ഥാനത്ത് ബി.ജെ.പി. പിന്തുടരുക. മോദിയെ മുഖമാക്കുന്നതിലൂടെ അക്കൗണ്ട് തുറക്കുന്നതിനപ്പുറം കൂടുതൽ സീറ്റുകൾ നേടാം എന്നതാണ് സംസ്ഥാന ബി.ജെ.പിയുടെ പ്രതീക്ഷ. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ, കെ സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയ പ്രധാന നേതാക്കളെ സ്ഥാനാർത്ഥികളാക്കാൻ ഏറെക്കുറെ ധാരണയായിട്ടുണ്ട്. നേമത്ത് മത്സരിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ ആദ്യം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴക്കൂട്ടത്ത് മത്സരിക്കാൻ താൽപ്പര്യമുണ്ടെന്ന് വി മുരളീധരനും വ്യക്തമാക്കിയിട്ടുണ്ട്. കെ സുരേന്ദ്രൻ പേര് പാലക്കാടാണ് സജീവ പരിഗണനയിലുള്ളത്. ശോഭാ സുരേന്ദ്രന്റെ പേര് കായംകുളത്താണ് പരിഗണിക്കുന്നത്. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFനെ ഞെട്ടിച്ചാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ബി.ജെ.പി. പിടിച്ചത്. ആര്യ രാജേന്ദ്രൻ മേയറായിരുന്ന തിരുവനന്തപുരത്ത് ചരിത്ര നേട്ടവുമായാണ് NDA ഭരണത്തിലെത്തുന്നത്. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായാണ് കോർപ്പറേഷൻ ഭരണത്തിൽ NDA എത്തുന്നത്. ഫലം വന്ന 50 സീറ്റുകളിൽ NDA വിജയിച്ചപ്പോൾ 29ലേക്ക് LDF ചുരുങ്ങി. 19 ഇടത്താണ് UDFന് വിജയിക്കാനായത്. 2 സ്വതന്ത്രന് വിജയിച്ചിട്ടുണ്ട്. 2020-ൽ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടമായ കോർപ്പറേഷൻ ഭരണത്തിലേക്കാണ് ഇക്കുറി ബി.ജെ.പി. കടന്നുകയറിയത്. വോട്ടെണ്ണൽ തുടങ്ങിയ ഘട്ടം മുതൽ LDFുമായി ഒപ്പത്തിനൊപ്പം പോരടിച്ചു നിന്ന NDA പിന്നീട് കുതിച്ചു കയറുകയായിരുന്നു. 2015-ലും 2020-ലും ബി.ജെ.പിക്ക് 35 സീറ്റ് വീതമാണ് ലഭിച്ചത്. ഇത്തവണ NDA 50 സീറ്റുകൾ, LDF 29 സീറ്റുകളിലും UDF 19 സീറ്റുകളിലും വിജയിച്ചു. 2020 10 സീറ്റിലേക്ക് ചുരുങ്ങിപ്പോയ UDFും ഇത്തവണ ശക്തമായ തിരിച്ചുവരവാണ് നടത്തിയത്. കെട്ടിട നികുതി തട്ടിപ്പ് ആരോപണം, ജോലി നിയമനമുള്ള കത്ത് വിവാദം, മേയർ ആര്യ രാജേന്ദ്രൻ, ഭർത്താവ് സച്ചിൻ ദേവ് MLA KSRTC ബസ് തടഞ്ഞെന്ന പേരിലുണ്ടായ പ്രശ്നം തുടങ്ങി തുടർച്ചയായി ഉയർന്ന വിവാദങ്ങൾ ഇടതുമുന്നണിയിലൂടെ ശോഭ കെടുത്തിയത് ഭരണസിരാ കേന്ദ്രത്തിൽ ജനവിധി എതിരാകുന്നതിൽ നിർണായകമായെന്ന് തന്നെ കരുതണം. കേന്ദ്ര ഫണ്ട് വിനിയോഗത്തിലെ തട്ടിപ്പുകൾ ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ നടത്തിയ അതിശക്തമായ ക്യാമ്പയിൻ തെരഞ്ഞെടുപ്പ് പ്രതിഫലിച്ചുവെന്നും ഫലം സൂചിപ്പിച്ചു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.